ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതയിലക തതേ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ കഴിയും. കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും. ഈ അവലോകനം 2025 ജൂലൈ 28 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുദാമപേമ സംഘടന ഏവതഭാഷോന്ധ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഭരതപ്രഥമേവൾ 39 സംഘടനകളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക. കമ്പനിയുടെ ഫലം -10.7.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.5 പോയിന്റാണ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.7 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 7.5 പോയിന്റ് വധത്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. മൈനസിന്റെ മാറ്റം കാണിച്ചു 1.8%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 6.3%. കമ്പനിയുടെ വിപണി മൂലധനം വർധ $1.85 ബില്യൺ. $217 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.58 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $88 ബില്യൺ. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വടച്ച ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.85%. പുസ്തക മൂല്യം 0.662%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $2 കൂടെ 26.8 ബില്യൺ ആണ്. കമ്പനിയുടെ ഇക്വിറ്റിയുടെ 391% പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 0 ആണ്. 17 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയും വരുമാന അനുപാതവും വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $367 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 0.4 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.4 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $5110 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. ഉപവിഭാഗത്തിന് ശരാശരി 8%-നൊപ്പം മാർജിനലിറ്റി -7.2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ പങ്ക് 0.238%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 257% കുറവാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $1,260,000 ഉപവിഭാഗത്തിന് $353,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $250,300. ഉപവിഭാഗത്തിൽ ശരാശരി $20,800. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $3,486,000 ആണ്. ഉപവിഭാഗം $259,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 3.6% താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 22.2%. സാങ്കേതിക സൂചകം നധവ 14 കമ്പനിക്ക് 70% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ RSI ലെവൽ 14 60%. കമ്പനിയുടെ ഓഹരികളുടെ മൂല്യം ഏകദേശം $2 കൂടെ 55 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $0 കൂടെ 94 സെന്റ് ആണ്. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതടങ്ങപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണലപയ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഷെയറിന് $2 കൂടെ 54 സെന്റ് എന്ന നിരക്കിൽ ഒരു വീഴ്ച തുറക്കാൻ ഓർഡർ. കമ്പനിക്ക് മോശമായ മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 0.8 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 4.28 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഓഗസ്റ്റ് 27 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ കണ്ടതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും നന്ദി. ഗുരു ലമണമേവ.